അപ്പോൾ വിശാലമായ പള്ളിക്കാടുണ്ടാവും. ആ വിശാലമായ പള്ളിക്കാട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. വീടുകളിലൊന്നും അധികം ആൾക്കാർക്കും കക്കൂസ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിക്കൊക്കെ പോരുക ചെയ്യുക. അങ്ങനെ പള്ളിക്കാട് ഉപയോഗപ്പെടുത്തി മലമൂത്ര വിസർജനം നടത്തും. നല്ല വിശാലമായ പള്ളിക്കുളം ഉണ്ടാവും. പള്ളിക്കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കും. എന്നിട്ട് ഉള്ള കള്ളിത്തുണിയൊക്കെ ഒന്ന് കുത്തി തിരുമ്പി ഉഷാറാക്കിയിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ഉച്ചക്ക് കുറച്ച് സമയം ചെരുവിൽ കിടന്നുറങ്ങും. ചിലപ്പം വീട്ടിൽ വിരുന്നേര് വന്നാൽ എല്ലാവർക്കും കൂടിയും കിടക്കാൻ പെരയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ വിരുന്നേർക്ക് റൂം കൊടുത്തിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ പോരും. അങ്ങനെ പള്ളിക്ക് പെരക്കാരൻ കിടന്നുറങ്ങും. സുബഹി നിസ്കരിച്ചിട്ട് ചായ കുടിക്കാൻ പെരയൊക്കെ പോവും. ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്ന് പറഞ്ഞത്. ഇന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ പള്ളിയിലുള്ള പ്രധാന നോട്ടീസ് കാർപ്പറ്റിൽ കിടക്കരുത് എന്നാണ്. കിടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ സാധനം ഇടാതിരിക്കുകയാണല്ലേ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ എല്ലാ പള്ളികളിലും AC വെച്ചിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഇടൂല. ഉള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട AC വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട്. മേലൊരു എയർ ഹോൾ ഉണ്ടാവും. ഈ എയർ ഹോള് AC വെച്ചു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അത് അടച്ചു. എന്നാൽ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ടേ, അത് സ്വിച്ച് ഇടില്ല. അപ്പോൾ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്ന് നമ്മൾ പറയാം. എന്നാൽ പിന്നെ ആ കാര്യം തന്നെ വെക്കേണ്ടിന്നില്ലല്ലോ എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടുമല്ലോ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ. അതൊന്നൊരു ന്യായമല്ല. നല്ല തണുപ്പുള്ള സമയത്ത് സ്വിച്ച് ഇടണ്ട, അതൊഴിച്ചാൽ ബാക്കി സ്വിച്ച് ഇടാനുള്ളതാണല്ലോ ആ സാധനം. ഹൗലങ്കാരൊക്കെ കയറിനോടത്ത് വലിയൊരു ഗേറ്റ് ഉണ്ടാവും, നല്ലൊരു ഗ്രില്ല് വെച്ചിട്ട്. അതിൻ്റെ പകുതി മേലെ അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും. മേലെ ഒരു കുറ്റിൻ്റെ പുറമെ ഒരു കമ്പിയോണ്ട് കെട്ടും കൂടിയും ചെയ്തിട്ടുണ്ടാവും. ആരും തുറക്കരുത് എന്ന് കരുതിയിട്ട്. നല്ല വിശാലമായ ബാത്റൂമിൻ്റെ പകുതി കൂടി ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ആരും ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. നല്ലൊരു 5-6 ബാത്റൂം കക്കൂസ് ഉണ്ടാവും. ഒറ്റൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് ദൗർഭാഗ്യവശാൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുളത്തും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അസൗകര്യങ്ങൾ. നമ്മളൊരു കാര്യം സൗകര്യം ചെയ്യണത് സൗകര്യം തന്നെയായിരിക്കണം, അതൊരിക്കലും അസൗകര്യമാവാൻ പാടില്ല. ഈ പറഞ്ഞത് ഇന്നോടും കൂടി കേട്ടോ, ഞാനും മാനേജ്മെൻറ്റ് തന്നെയാണ്, ഇന്നോടും കൂടിയാണ് ഈ പറഞ്ഞത്, നിങ്ങളോട് മാത്രം പറയുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് കൂടുതൽ പറഞ്ഞു എന്നുള്ളൂ. രക്ഷിതാവ് എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്നാമത്, ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം പഴയ കാലത്തെ ആളുകൾ സൂക്ഷിച്ചു പോന്നിരുന്നു. 1920-കൾക്ക് ശേഷം വന്നതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു മദ്രസ സംസ്കാരം. മദ്രസ സംസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ 50 വയസ്സ് വരെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക. നോലും പോറ്റിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു 50 വയസ്സായപ്പോൾ അവന് പള്ളൻ്റെ ഉള്ളിൽ കൂടി ഒരു വേദന ഇങ്ങനെ തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കാര്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ബേജാറായിട്ട്, പടച്ചോനെ എന്നാൽ ഇനിയിപ്പോൾ നിസ്കരിച്ചണല്ലോ എന്നാണ് തീരുമാനിച്ചാൽ ഒന്നും ആലോചിക്കില്ല, പള്ളിക്കൺ കയറിയിട്ട് അള്ളാഹു അക്ബറിന്ന് കെട്ടിയാൽ മതിയാവും. ഓനെ നിസ്കാരം ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നതാണ് മദ്രസ സംസ്കാരം ഉണ്ടാക്കിയ പ്രത്യേകത. ഏത് 50 വയസ്സ് പറഞ്ഞാൽ KT മാനുസ്താദ്, അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, KT മാനുസ്താദ് പറഞ്ഞ അനുസരിച്ച് ഉത്തരേന്ത്യയിലെ ആളുകൾ ഫാത്തിഹ ഓതാൻ പഠിക്കണ കാലമാണ് ഈ 50 വയസ്സ് പറഞ്ഞത്. അന്ന് കേരളത്തിലെ ഒരാൾക്ക് നിസ്കരിച്ചണമെന്ന് തോന്നിയാൽ ആരോടും ചോദിക്കേണ്ടി വരില്ല, പള്ളിക്കൺ കയറിങ്ങാണ്ട് തെക്കിബിറൻ കെട്ടിയാൽ മതി, ഓൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്നത് 8 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്ന നിസ്കാരം, നോമ്പ്, ഈമാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് മദ്രസ സംസ്കാരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുകൊണ്ട് ഒന്ന് മദ്രസയെ നമ്മൾ തിരിച്ചറിയണം. മദ്രസയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അത് ഉണ്ടാക്കിയവരുടെയും അതിലേക്ക് പോകുന്നവരുടെയും ഉദ്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു പ്രാദേശിക മദ്രസ ഉണ്ടാവും. ഇപ്പോഴൊക്കെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു സിസ്റ്റമാറ്റിക്കായ മദ്രസയുണ്ട്. ഞാൻ 2ൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് 2ഉം പറയാനുള്ള യോഗ്യതയുണ്ട്.
ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്കൂളിൽ ഒരാഴ്ചയിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരു ദിവസത്തിൽ 3 പീരീഡ് വീതം 5 ദിവസം ഉണ്ടെങ്കിൽ 15 പീരീഡ് കൃത്യമായി കിട്ടും. നമ്മുടെ നാട്ടിലെ മദ്രസയിൽ അരമണിക്കൂർ, ചില കുട്ടികളൊക്കെ 10 മിനിറ്റാണ് വരിക. മദ്രസയിൽ വന്നുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ടൊരു ബൈത്തുണ്ട്, അതൊക്കെ ചൊല്ലി കഴിയുമ്പോഴത്തേന് ഉസ്താദേ പോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് 5 മിനിറ്റ് 10 മിനിറ്റിനൊക്കെ മദ്രസക്ക് വരുന്നവർ ഏറി അരമണിക്കൂർ കിട്ടിയ വലിയ കിട്ടലായി. ഇങ്ങനെയൊക്കെയാണ് മദ്രസയിലുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലെ മദ്രസയും നാട്ടിലെ മദ്രസയും തമ്മിൽ വേർതിരിയുന്ന 2 ഘടകങ്ങളുണ്ട്. ആ ഒരു അരമണിക്കൂർ വേറെ തന്നെ ഇക്കാരം. മറ്റേ 3 പീരീഡിൻ്റെ അവിടേക്ക് അതിനേക്കാൾ എത്രയോ മേലെ ആയിരിക്കും ഈ അരമണിക്കൂറുണ്ട്. അതിൻ്റെ ഒരു കാരണം, രാവിലെ മദ്രസയ്ക്ക് കുട്ടി ഇങ്ങനെയാണ് പോകുമ്പോൾ, പുസ്തകമൊക്കെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെയാണ് പോകുമ്പോൾ മനസ്സിലുള്ളത് ഞാൻ ഓതാൻ പോവുകയാണ് എന്ന നിയ്യത്താണ് എന്നതാണ്. രണ്ടാമത് സ്കൂൾക്ക് പോകുമ്പോൾ 15 പീരീഡ് കിട്ടിയാലും നിയ്യത്തിൽ ഞാൻ സ്കൂൾക്ക് പോവുക എന്നാണ് ഉണ്ടായിരുന്നത്. സംഗതി സമയമൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും. രണ്ടാമത്തെ കാര്യം, സ്കൂളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവർ ദുന്യാവുന്ന എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഭൂരിഭാഗവും. അല്ലാത്തത് വളരെ അപൂർവമായിട്ടുണ്ടാവും. എന്നാൽ മദ്രസക്ക് വേണ്ടി ചിറ്റ് മുറിച്ചു കൊടുത്ത ആൾക്കാർ ദുന്യാവുന്ന ഒന്നും കിട്ടാനല്ല, ആഖിറത്തിൽ ജാരിയായ സ്വതക്കയായി കിട്ടാനാണ്. പണം ചെലവഴിക്കുന്നവരുടെ ഉദ്ദേശമാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും മദ്രസകൾക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളാണ് എന്നതാണ് മദ്രസയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കാൻ 2 കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ശത്രുക്കൾക്കറിയാം. ഒന്ന് മസ്ജിദ് സംസ്കാരത്തെ തകർക്കണം, മറ്റൊന്ന് മദ്രസ സംസ്കാരത്തെ തകർക്കണം. മസ്ജിദ് സംസ്കാരത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ പൊളിക്കലാണ്. മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരമുണ്ട്. മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരുപാട് കാര്യങ്ങൾ പള്ളിയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമുഅക്ക് എന്നാൽ ഇമാമ് ഖുത്ബ ഓതും. 1ാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോൾ ഒരു ആയത്ത് ഓതലുണ്ട്. ആ ആയത്തിൻ്റെ മുമ്പ് ഇമാം ഇങ്ങനെ ഉറക്കെ പറയും, കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം നമ്മളെല്ലാവരും പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഈ ദിക്ർ ആരും എഴുതി പഠിച്ചതല്ല, എല്ലാവരും കേട്ടു പഠിച്ചതാണ്. ഈ ദിക്ർ ആരും എഴുതി പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ തലമുതിർന്ന കാരണവന്മാർ ചെല്ലിന് കേട്ടിട്ട് നമ്മൾ പഠിച്ച ഒരു സാധനമാണ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അത് കഴിഞ്ഞിട്ട് ഇമാമ് നിസ്കരിക്കാൻ നിന്നാൽ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്തോതും. സൂറത്തോതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ചില ദുആകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ കാരണന്മാരെന്തോ അവിടെ എത്തുമ്പോൾ സുസു എന്ന് പറഞ്ഞത് കേട്ടു. പിന്നെ നമ്മളിങ്ങനെ ആരെങ്കിലും ഒരാളെ കിട്ടിയപ്പോൾ എന്താണ് ആ ഒരു സുസു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ നമ്മൾ പിന്നെ പഠിച്ചുണ്ടാക്കിയതാണ് ഒരു സാധനം. ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഈ സംസ്കാരത്തെ തകർക്കുക. അതെങ്ങനെ വെച്ചാൽ, ഇന്നിപ്പോൾ ജുമുഅക്ക് നിങ്ങൾ പള്ളിയിലൊക്കെ കയറി നോക്കിക്കോളി. ജുമുഅക്ക് പള്ളി കയറിയാൽ ഇമാമ് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ ഒറ്റ കുട്ടി മുണ്ടാതിരിക്കുക കാരം. ന്യായം ഉണ്ടാവും, അത് പള്ളിയിൽ വെച്ച് ദിക്ർ ഉറക്കയാക്കാൻ പറ്റൂല എന്നാണ് ന്യായം. പക്ഷെ അത് തഅലീമിൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറ്റുമല്ലോ. അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഏതായാലും പറ്റുമല്ലോ. പക്ഷേ ഇന്ന് പഴയ തലമുറ അത് ചെല്ലണ് കേൾക്കൂല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് പഠിണില്ല. അപ്പം നമ്മൾ പറയും കുട്ടികളൊക്കെ അപ്പം മേലെ കയറിയിരുന്ന് വർത്താനം പറയാണ് എന്ന് പറയും. കുട്ടികൾ മേലെ കയറിയിരുന്ന് വർത്താനം പറയാതിരിക്കണമെങ്കിൽ താഴെ ഇരിക്കണ കാരണന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. ഇമാമ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ വലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ മേലെ കുറച്ച് കുട്ടികളെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഓല് താഴത്തുനിന്ന് വലൈക്കും അസ്സലാം എന്ന് കേൾക്കുമ്പോൾ ആ താഴത്ത് ജുമുഅയാണല്ലേ, മുണ്ടാൻ പറ്റില്ല, എന്നാൽ നേരെ ഇരിക്കാൻ തീരുമാനിച്ചിങ്ങാണ്ട് നേരെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ വർത്താനം ഇങ്ങനെ മുറുകണുണ്ടാവും മേലെ. അപ്പോൾ എല്ലാവരും കൂടിയും സുബ്ഹാനഹു വ തആല
ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോൾ മേലുള്ള കുട്ടികൾക്ക് മനസ്സിലാവും പടച്ച റബ്ബേ താഴെ ജുമുആണല്ലോ എന്നാ മുണ്ടണ്ടാന്ന്. ഇതൊക്കെ ഈ മസ്ജിദ് സംസ്കാരത്തിൽപ്പെട്ട സംഗതികളാണ്. ഇതെല്ലാം എടുത്തു കളയുന്നൊരു തരത്തിലേക്ക് ആരോ മനഃപൂർവ്വം നമ്മളെ പറ്റിച്ചിരിക്കുന്നു, നമ്മളതിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളെല്ലാം മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു കാര്യം.